നമസ്കാരം സുഹൃത്തുക്കളെ, ചോദ്യ കലവറയുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, VFA, ബെവ്കോ LD, ദേവസ്വം LDs അങ്ങനെ എക്സെട്ര എല്ലാ എക്സാമുകൾക്കും PSCയുടെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നതുണ്ട് അല്ലേ. അപ്പൊ അതില് ആ ഇമ്പോർട്ടന്റ് ഏരിയ നമ്മളിപ്പോ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ഏരിയ എടുത്തു, ആസൂത്രണ കമ്മീഷൻ എടുത്തു. വ്യക്തമായിട്ട് ആസൂത്രണ കമ്മീഷന്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, ആസൂത്രണ കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് പഠിച്ചു, NDC എന്താണ് എന്ന് പറഞ്ഞു, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അവിടെ നമ്മൾ പഠിച്ചു മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ ഒരു ടോപ്പിക്കാണ്. ഹരിത വിപ്ലവം നമ്മൾ ഈ ടോപ്പിക്കോടെ പൂർണ്ണമാണ്. ഇനി അവിടെ അതിനപ്പുറം നമുക്ക് എന്തില്ല, പഠിക്കാനായിട്ടില്ല. കാരണം SCRT പോയിന്റ് അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ ടോപ്പിക് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആക്കി തരുന്നത്. അപ്പൊ നമ്മൾ 3 ടോപ്പിക് എന്ത് ചെയ്തു, ഈ 2 ക്ലാസ് കൊണ്ട് 3 ടോപ്പിക് കഴിഞ്ഞു. ഒന്ന് ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞു, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ കഴിഞ്ഞു, ഇത് ഹരിത വിപ്ലവത്തിന്റെ ടോപ്പിക്കാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചോദ്യ കലവറ 1, 2, 3 തരും. കാരണം നമ്മൾ ഇതിൽ എടുക്കുന്ന ടോപ്പിക് എല്ലാ ടോപ്പിക്കും ഇതിൽ തരില്ല. കാരണം എന്താണ് PSC ഈ 21, 22, 23, 24, 25 ഏത് ടോപ്പിക്കുകളൊക്കെയാണോ ഒഴിവാക്കാത്തത്, എല്ലാ ടോപ്പിക്കിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ടോപ്പിക്കുകളൊക്കെ എല്ലാം എന്ത് ചെയ്യും, നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ നോക്കണം ട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ അടുത്ത് നടന്ന കഴിഞ്ഞ 4 ദിവസം മുമ്പ് നടന്ന എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ തന്നിട്ട് ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം എന്താണ് അതിൽ പറയുന്നത്. അതായത് അത്യുൽപാദന ശേഷിയുള്ള എങ്ങനത്തെ വിത്തിനങ്ങളാണ്? HYV ട്ടോ. അതിൽ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. HYV ഇതേ ഓപ്ഷൻ ആയിരുന്നു. അതിൽ 4 ഓപ്ഷൻ ആയിട്ട് 5 ഓപ്ഷൻ ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 5 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. 1, അത്യുൽപാദന ശേഷിയുള്ള HYV വിത്തിനങ്ങളുടെ ഉപയോഗം. എങ്ങനെയുള്ള വിത്തിനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? HYV വിത്തിനങ്ങളുടെ ഉപയോഗമായിരുന്നു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. ഇതൊക്കെ ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ട്രാക്ടർ, പവർ ടില്ലറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമാക്കൽ. ഇതൊക്കെയാണ് എന്തിന്റെ പ്രത്യേകതകള്, ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഈ 5 പ്രത്യേകതകളും പഠിച്ചോളണം. 5 വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതേ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത്യുൽപാദന ശേഷിയുള്ള HYV വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ട്രാക്ടർ, പവർ ടില്ലറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമാക്കൽ. ഇനി എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ നോക്കാം. ഇപ്പൊ നമ്മൾ പ്രത്യേകത പഠിച്ചു. ഇനി നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിക്കുകയും ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. അത് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. ഇറക്കുമതിയിലും ഭക്ഷ്യസഹായത്തിലുമുള്ള ആശ്രയത്വം കുറഞ്ഞു അല്ലെ. അതും ഇറക്കുമതിയൊക്കെ എന്ത് ചെയ്തു, ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ കുറഞ്ഞു. കാരണം എന്താണ്, സ്വന്തം രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. കാർഷിക മേഖലയിലെ ഉയർന്ന ഉൽപാദനം വിപണന മിച്ചം വർദ്ധിപ്പിച്ചു അല്ലെ. വിപണന മിച്ചം അതായത് മാർക്കറ്റ് സർപ്ലസ് വർദ്ധിച്ചു. എന്താണ് ഈ വിപണന മിച്ചം എന്ന് പറയുന്നത്? കർഷകന് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിപണിയിൽ വിൽക്കുവാൻ സാധിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിച്ചു. അതാണ് സർപ്ലസ്, മാർക്കറ്റ് സർപ്ലസ് എന്ന് പറയുന്നത്. കാർഷിക മേഖലയിലെ ഉയർന്ന ഉൽപാദനം വിപണന മിച്ചം വർദ്ധിപ്പിച്ചു അല്ലെ. എന്താ വിപണന മിച്ചം പറഞ്ഞത്? കർഷകന് സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ എന്ത് ചെയ്യാം, വിപണിയിൽ വിൽക്കാൻ സാധിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചു. അതേപോലെ ഉൽപാദനത്തിലെ മിച്ചം കമ്പോളത്തിൽ വിൽക്കുമ്പോൾ അതിനെ വിപണന മിച്ചം എന്ന് പറയുന്നു. ഉൽപാദനത്തില് മിച്ചം അല്ലെ, അതായത് സ്വന്തം ആവശ്യം കഴിഞ്ഞ് മറ്റുള്ള സാധനങ്ങൾ കമ്പോളത്തിൽ വിൽക്കുകയാണ് അല്ലെ. അപ്പൊ ആ കമ്പോളത്തിൽ വിൽക്കുമ്പോൾ അതിനെ വിപണന മിച്ചം എന്ന് പറയുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. താഴ്ന്ന വിഭാഗക്കാരായ വിഭാഗങ്ങൾക്ക് പ്രയോജനം ചെയ്ത് ഭക്ഷ്യദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ ശേഖരം അതായത് ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കുവാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇനി പിന്നീട് ഒരു ആവശ്യം വരുന്ന സമയത്ത് പാവപ്പെട്ടവർക്ക് അത് ഉപയോഗിക്കാനായിട്ടുള്ള കരുതൽ ശേഖരം പോലും സൂക്ഷിക്കാനായിട്ട് ആർക്ക് സാധിച്ചു? ഗവൺമെന്റിന് സാധിച്ചു. താഴ്ന്ന വിഭാഗക്കാരായ വിഭാഗങ്ങൾക്ക് പ്രയോജനം ചെയ്തുകൊണ്ട് ഭക്ഷ്യദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ ശേഖരം സൂക്ഷിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. ഇതൊക്കെ എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയല്ലോ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി.
ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി, ഹരിത വിപ്ലവം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, ഇനി ഹരിത വിപ്ലവം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഹരിത വിപ്ലവം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. പുതിയ സാങ്കേതിക വിദ്യയുടെ ചെലവ് സഹിക്കാൻ കഴിവുണ്ടായിരുന്നത് വൻകിട കർഷകർക്ക് മാത്രമായിരുന്നതിനാൽ ഹരിത വിപ്ലവത്തിലൂടെ അവർക്ക് കൂടുതൽ ലാഭം കൊയ്തു. അതായത് സാധാരണക്കാർക്ക് ഇത് എന്ത് ചെയ്തില്ല, വലിയ വലിയ മെഷീൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ടൊന്നും അവർക്ക് സാധിച്ചില്ല. കാരണം സാമ്പത്തിക ഇതാണ് അല്ലേ. പക്ഷെ വലിയ വലിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റി, വലിയ കർഷകരൊക്കെ മെഷീൻസ് ഒക്കെ വാങ്ങിക്കാനും ഉപയോഗിക്കാനൊക്കെ അവർക്ക് സാധിച്ചു. അവർ കൂടുതൽ ലാഭം കൊയ്യുകയും ചെയ്തു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിച്ചത് ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായ തോതിൽ കുറയുന്നതിന് കാരണമായി. ജലസേചനം ഒരുപാട് ആവശ്യമായി വന്നു അല്ലേ. അപ്പൊ ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായ തോതിൽ കുറയുന്നതിന് കാരണമായി. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ദോഷകരമായി ബാധിച്ചു. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപാദനത്തിൽ ഒതുങ്ങി നിന്നു. മറ്റതിലേക്കൊന്നും കടന്നില്ല, ഗോതമ്പിലും അരിയിലും മാത്രമായിട്ട് നിന്നു. ഹരിത വിപ്ലവത്തിന്റെ ദൂഷ്യഫലങ്ങൾ പരിഹരിക്കുന്നതിനും ചെറുകിട കർഷകരെ സഹായിക്കുന്നതിനും ഗവൺമെന്റ് വിവിധ നടപടികൾ സ്വീകരിച്ചു. ഗവൺമെന്റ് ചെറുകിട കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും, കുറഞ്ഞ പലിശ നിരക്കിൽ കേട്ടോ, കുറഞ്ഞ ഇവിടുത്തെ ഈ പോയിന്റ് ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്താണ്, ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങളായിട്ട് വരുന്നതാണ്. ഹരിത വിപ്ലവം നമ്മൾ പ്രത്യേകതകൾ പഠിച്ചു, നേട്ടങ്ങൾ പഠിച്ചു, ദോഷങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ എന്താണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? 1940 കാലഘട്ടത്തിൽ പഠിച്ചോളണം കേട്ടോ. 1940 കാലഘട്ടത്തില് മെക്സിക്കോയിൽ കേട്ടോ, എവിടെയാണ്? മെക്സിക്കോ കേട്ടോ. മെക്സിക്കോയിലാണ് നോർമൻ ഇ ബോർലോഗ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 40കളില് മെക്സിക്കോയില് നോർമൻ ബോർലോഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. 1940 മെക്സിക്കോ, നോർമൻ ബോർലോഗ് കേട്ടോ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 1940 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തില് സസ്യപരിപാലന രീതികളിലൂടെ വികസിപ്പിച്ചെടുത്ത, എങ്ങനെയാണ്? സസ്യപരിപാലന രീതികളിലൂടെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അരിയും ഗോതമ്പും ഉണ്ടോ, അരി, ഗോതമ്പ് തുടങ്ങിയവ ഭക്ഷ്യോൽപാദന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. ഇതിനെയാണ് ഗ്രീൻ റിവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ 40 മെക്സിക്കോയിലാണ് നോർമൻ ബോർലോഗ് ആണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. 40 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ സസ്യ പരിപാലന രീതികളിലൂടെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അരിയും ഗോതമ്പും തുടങ്ങിയവ ഭക്ഷ്യോൽപാദന മേഖലയിൽ വലിയ എന്ത് ചെയ്തു, കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ഇതിനെ ഹരിത വിപ്ലവം എന്ന് പറയുകയും ചെയ്തു അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു, ശരിയായിട്ടുള്ള ജലസേചനം, വളപ്രയോഗങ്ങള്, അതുപോലെ കീടനാശിനികളുടെ ഉപയോഗം എന്നിവയോടൊപ്പം എന്ത് ചെയ്തു, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതില് വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഹരിത വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയില്ലേ. അതേപോലെ തന്നെ ഈ ഹരിത വിപ്ലവം എന്ന വാക്ക് ആരാണ് കൊണ്ടുവന്നത്? ഈ ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ് കേട്ടോ. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ എന്ന പദം കൊണ്ടുവന്നത് വില്യം ഗൗഡ് ആണ്. എന്നാൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്, ലോകത്ത് ആദ്യമായിട്ട് ആരംഭിച്ചത് നോർമൻ ബോർലോഗ് മെക്സിക്കോയിലാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? സൊണോറ 64. ഓക്കെ, സൊണോറ 64. പിന്നെ ഏതാണ് വരുന്നത്? ലെർമ റോജോ ട്ടോ. ലെർമ റോജോ 64 കേട്ടോ. സൊണാറ 64, ലെർമ റോജോ 64 എന്നീ 2 വിത്തിനങ്ങളാണ് നോർമൻ ബോർലോഗ് വികസിപ്പിച്ചത്. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വർഷം എപ്പോഴാണ്? 1970 കേട്ടോ. 1970 ആർക്ക്? നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് കേട്ടോ. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ഏണസ്റ്റ് ബോർലോഗ് അല്ലെ. അതായത് നോർമൻ ബോർലോഗ്. ഇവിടെ നല്ല രീതിയിൽ പോയിന്റുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ്. നമ്മൾ ഇത്ര നേരം പഠിച്ചത് അല്ലെ, നോർമൻ ബോർലോഗ്. എന്നാൽ നമ്മുടെ
ഈ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്, അത് 2 പോയിന്റുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ് അല്ലെ? MS സ്വാമിനാഥനാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ നോർമൻ ബോർലോഗിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. 40-ല് മെക്സിക്കോയിലാണ് നോർമൻ ബോർലോഗാണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം വികസിപ്പിച്ച വിത്തിനങ്ങളാണ് സൊണോറ 64, ലെർമ റോജ 64. 1970-ലാണ് അദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ പറഞ്ഞു അല്ലെ? MS-ന്റെ ഫുൾ ഫോം എന്താ? MS മങ്കൊമ്പ് അല്ലെ? മങ്കൊമ്പ് സാംബശിവൻ, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ, ഇതാണ് കറക്റ്റ് നാമം ട്ടോ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഓക്കെ, അദ്ദേഹം MS സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ചെന്നൈയിലാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനങ്ങൾ ഏതൊക്കെയാണ്? വികസിപ്പിച്ചത് ഏത് ഗോതമ്പിനമാണ്? സർബതി സൊണോറ. അത് നോർമൻ ബോർലോഗിന്റെ മറന്നിട്ടില്ലല്ലോ. സർബതി സൊണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ചത്. അദ്ദേഹം മരണമടഞ്ഞത് എപ്പോഴാണ്? MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ മാസം 28-നാണ് അദ്ദേഹം മരണമടഞ്ഞത്. മാസം വിത്ത് ഡേറ്റ് വേണം കേട്ടോ, അല്ലാണ്ട് 2023 മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. സെപ്റ്റംബർ മാസം 28 എന്നും കൂടി പഠിക്കണം കേട്ടോ. ഓക്കെ, ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവം നടക്കുന്ന സമയത്ത് 40 to 70 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗോതമ്പ് ഇനങ്ങൾ, അതിൽ പനശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയാണ്? കല്യാൺ സോന ആൻഡ് സൊണാലിക. ഓക്കെ ആണോ? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പൈൻസ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, ഞാൻ വെറുതെ പ്രീവിയസ് എന്ന് പറയുന്നില്ല, ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഹരിത വിപ്ലവം എന്ന പദം വില്യം ഗൗഡ് ആണ് അല്ലേ? ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാ? നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാ? MS സ്വാമിനാഥൻ. ഓക്കെ ആണോ? അദ്ദേഹത്തിന് നോർമൻ ബോർലോഗിന് എപ്പോഴാണ് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? 1970-ല്. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? സൊണോറ 64, ലെർമ റോജ 64. എങ്കിൽ നമ്മുടെ MS സ്വാമിനാഥൻ വികസിപ്പിച്ചത് ഏതൊക്കെയാണ്? സർബതി സൊണോറ. എങ്കിൽ നമ്മുടെ ഹരിത വിപ്ലവ കാലത്ത് വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങൾ, ഗോതമ്പിനങ്ങൾ ഏതൊക്കെയാണ്? കല്യാൺ സോനയും സൊണാലിക്കയും. ഒക്കെയാണോ? MS സ്വാമിനാഥൻ. അതിൽ MS എന്താ? മങ്കൊമ്പ് സാംബശിവൻ എന്നാണ്. ഒക്കെയാണോ? അദ്ദേഹം മങ്കൊമ്പ് MS സ്വാമിനാഥൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേഷൻ എവിടെയാ? ചെന്നൈയിലാണ്. വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ സമയത്തെ രാഷ്ട്രപതി ആരാണ്? സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. ഹരിത വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത് രാഷ്ട്രപതി സക്കീർ ഹുസൈൻ ആണ് പ്രസിഡന്റ് കേട്ടോ. പ്രസിഡന്റ്. എങ്കിൽ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്ത് കാർഷിക മന്ത്രി ആരാ? C. സുബ്രഹ്മണ്യം. കാർഷിക മന്ത്രി ആരാണ്? C. സുബ്രഹ്മണ്യം. ഓക്കെയാണോ? പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, കാർഷിക മന്ത്രി C. സുബ്രഹ്മണ്യം. മറക്കരുത് കേട്ടോ. അപ്പൊ അതേപോലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിക്കുമ്പോൾ എപ്പോഴും തെറ്റിക്കാൻ പാടില്ല. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ്. പക്ഷേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിക്കുമ്പോഴാണ് എന്ത് പറയേണ്ടത്? MS സ്വാമിനാഥൻ എന്ന് പറയേണ്ടത് കേട്ടോ. ഈ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഏത് വർഷമായിരുന്നു? 1965 to 75 കേട്ടോ. 1965 to 1975 ആണ് ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതില് ഏതൊക്കെ സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു? അതും ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഓക്കെ, ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ടാണ് ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം ഒതുങ്ങി നിന്നത് കേട്ടോ. 65 to 75 കാലഘട്ടം പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് കേട്ടോ. ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് ഏതിന്റെയാണ്? ഗോതമ്പിൽ തന്നെയാണ് കേട്ടോ. ഗോതമ്പിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവുണ്ടായത് കേട്ടോ. ചിലപ്പോൾ ഈ ഹരിത വിപ്ലവത്തിന് ഗോതമ്പ് വിപ്ലവം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി 2ാം ഘട്ടം എപ്പോഴാണ്? 1975 to
1985 കേട്ടോ. 1975 1985 അപ്പൊ ഇതിലാണ് ഹരിത വിപ്ലവം എന്ത് ചെയ്യുന്നത്, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നത് കേട്ടോ. 75 to 85. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഈ 4 സ്റ്റേറ്റുകളും പഠിക്കണം. പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, ഗോതമ്പ്. പിന്നെ 75 to 85 പിന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. അതവിടെ ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കണം. പിന്നെ അതേപോലെ 1966 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, HYVP പ്രോഗ്രാം ആരംഭിക്കുന്നത്. എന്താ HYVP പ്രോഗ്രാം എന്ന് പറയുന്നത്? ഹൈ yielding variety program കേട്ടോ. വെറൈറ്റി പ്രോഗ്രാം. ഓക്കെ, ഹൈ ഈൽഡ് വെറൈറ്റി പ്രോഗ്രാം HYVP 1966 കേട്ടോ. എന്താണ് ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതായത് ഭക്ഷ്യധാന്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും വേണ്ടിയിട്ട് 1966 ആരംഭിച്ചതാണ് കേട്ടോ. ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, 70-71 കൂടിയിട്ട് ഭക്ഷ്യകാര്യത്തിലെ സ്വയം പര്യാപ്തത നേടുക എന്നതുമായിരുന്നു ലക്ഷ്യം. അതായത് അത്ഭുത വിത്തുകളൊക്കെ ഹൈ ഈൽഡ് വെറൈറ്റി പ്രോഗ്രാം ആണ് അല്ലെ. അത്ഭുതാവഹമായിട്ടുള്ള രീതിയിൽ ഉൽപാദന വർധനവ് സാധ്യമാക്കിയത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം മൂലമാണ് അല്ലെ. ആയതിനാൽ ഇത്തരം വസ്തുക്കൾ അല്ലെ, അതായത് നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ ഉൽപാദിപ്പിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള. അതായത് മിറാക്കിൾ സീഡ്സ് കേട്ടോ. മിറാക്കിൾ സീഡ്സ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഹൈ ഈൽഡ് വെറൈറ്റി പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, കാർഷിക മേഖലയുടെ വിപുലീകരണം. കാർഷിക മേഖലകളുടെ വിപുലീകരണം. പിന്നെ എന്താണ് രണ്ടാമത്തത്? ഇരട്ട വിളവെടുപ്പ് സംവിധാനം. ഇരട്ട വിളവെടുപ്പ് സംവിധാനം. ഇതായിരുന്നു നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. എന്താ ഈ ഇരട്ട വിളവെടുപ്പ്? അതായത് ഓരോ സീസണിലും നമ്മൾ ഒരു വിളയായിരിക്കും ചെയ്യല്, ഒരു കാർഷിക രീതി മാത്രം കൊയ്തെടുക്കും അല്ലെ, വിളവെടുക്കും. ഇനി പ്രതിവർഷം പെയ്യുന്ന മഴയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ വിളവിറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹരിത വിപ്ലവത്തോട് കൂടിയിട്ട് ഒരു സീസണിൽ തന്നെ എന്ത് ചെയ്തു, 2 വിളയ്ക്ക് പ്രാധാന്യം നൽകുകയും പുതിയ ജലസേചന പദ്ധതികളുടെയും ഡാമുകളൊക്കെ വന്നതും ഒക്കെ എന്ത് ചെയ്തു, രണ്ടാമത്തെ വിളയ്ക്കും സഹായകമായി. അപ്പൊ ഒരു സീസണിൽ തന്നെ 2 വിളവെടുപ്പ് കൊണ്ടുവരിക, കാർഷിക മേഖലകളെ വിപുലീകരിക്കുക, ഇതൊക്കെ ആയിരുന്നു 2 അടിസ്ഥാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾക്ക് അതേപോലെ തന്നെ ഒരു കാർഷിക വില കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് കാർഷിക വില കമ്മീഷൻ? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ്, CACP. 1965 കാർഷിക വില കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ. കാർഷിക വില കമ്മീഷൻ നിലവിൽ വരുന്നത് 1965 ജനുവരി മാസത്തിൽ കേട്ടോ. ജനുവരിയിലാണ് ഇന്ത്യയിൽ ഒരു കാർഷിക വില കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ കൃഷി അതുപോലെ കർഷക ക്ഷേമ മന്ത്രാലയത്തിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നു ഈ കാർഷിക വില കമ്മീഷൻ എന്ന് പറയുന്നത്. ജനുവരിയിലായിരുന്നു കേട്ടോ, മറക്കാൻ പാടില്ല. ഇനി അതേപോലെ ഒരുപാട് വിത്തുകളുടെ ഉപയോഗമൊക്കെ വന്നു അല്ലെ. ഈ പഴങ്ങളും പച്ചക്കറികളും ഉൽപാദനം ഒക്കെ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? പഴം പച്ചക്കറി. ഏതാണ്? സുവർണ വിപ്ലവം അല്ലെ, ഗോൾഡൻ റവല്യൂഷൻ. സുവർണ വിപ്ലവം. പഴം പച്ചക്കറി സുവർണ വിപ്ലവം. മഞ്ഞ വിപ്ലവം എന്താണ് അറിയപ്പെട്ടത്? മഞ്ഞ വിപ്ലവം എണ്ണക്കുരു. മഞ്ഞ വിപ്ലവം എന്താണ്? എണ്ണക്കുരു. പിന്നെ അതുപോലെ രാസവളം. എന്താണ് രാസവളം? ഏതാണ്? ഗ്രേ റവല്യൂഷൻ അല്ലെ. ഗ്രേ റവല്യൂഷൻ ആണ്. ഗ്രേ റവല്യൂഷൻ ആണ് രാസവളം അല്ലെ. ഇനി ബ്രൗൺ റവല്യൂഷൻ എന്താണ് അറിയപ്പെട്ടത്? ബ്രൗൺ റവല്യൂഷൻ. ബ്രൗൺ ഏതാണ്? തുകല് വരും അല്ലെ, തുകല് വരും. അതുപോലെ കൊക്കോ ഇല്ലേ, കൊക്കോ
കൊക്കോ, പിന്നെ ഇതാ പാരമ്പര്യേതര ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ഇതിലാണ് ബ്രൗൺ റവല്യൂഷൻ പറയും. ഇനി കറുത്ത വിപ്ലവം എന്താണ്? കറുത്ത വിപ്ലവം പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അല്ലെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ബ്ലാക്ക് റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ മീറ്റില്, മാംസങ്ങൾ അല്ലെ, മീറ്റ്, അതുപോലെ പൊല്യൂട്ടറി പ്രൊഡക്ഷൻസ് ഒക്കെ ഏതാണ്? പിങ്ക് റവല്യൂഷൻ ആണ് അറിയപ്പെടുക കേട്ടോ. പിങ്ക് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ഇനി മുട്ട ഉൽപാദനം, മുട്ട ഉൽപാദനം ഏത് പേരിലാണ്? അത് സിൽവർ റവല്യൂഷൻ ആണ്. സിൽവർ റവല്യൂഷൻ. ഓക്കെ. ഇനി എന്താണ്? നീല വിപ്ലവം അല്ലെ, നീല വിപ്ലവം. നീല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മത്സ്യമാണ് അല്ലെ. നീല വിപ്ലവം ഏതാണ്? മത്സ്യ ഉൽപാദനമാണ്. ഇനി പാൽ ഉൽപാദനം എന്താണ്? ധവള അല്ലെ, ധവള വിപ്ലവം, അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ, എന്താണ്? പാൽ ഉൽപാദനം. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ആണ് അല്ലെ, എണ്ണക്കുരു മഞ്ഞ വിപ്ലവമാണ്. പിന്നെ പഴം പച്ചക്കറി സുവർണ വിപ്ലവമാണ്. രാസവളം ഗ്രേ റവല്യൂഷൻ ആണ്. തുകൽ കൊക്കോ ബ്രൗൺ ആണ്. പെട്രോളിയം ബ്ലാക്ക് ആണ്. മീറ്റ് പൊല്യൂട്ടറി ഇതൊക്കെ പിങ്ക് ആണ്. മുട്ട സിൽവർ റവല്യൂഷൻ ആണ്. നീല മത്സ്യം റവല്യൂഷൻ അല്ലെ. നീല എന്താണ്? നീല വിപ്ലവം മത്സ്യ ഉൽപാദനമാണ് അല്ലെ. നീല വിപ്ലവം മത്സ്യം ഉൽപാദനം. ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ പാൽ ഉൽപാദനമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാർഷിക ഹരിത വിപ്ലവത്തെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോന്നായിട്ട് ഞാൻ സെക്ഷൻ തിരിച്ചു തന്നു. എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു, ഹരിത വിപ്ലവത്തെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു, ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം എന്താന്ന് പഠിച്ചു, ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ എന്താ പഠിച്ചു, ഹരിത വിപ്ലവം കൊണ്ടുള്ള നേട്ടങ്ങൾ പഠിച്ചു, ഹരിത വിപ്ലവം കൊണ്ടുള്ള ദോഷങ്ങൾ പഠിച്ചു. എല്ലാം സെപ്പറേറ്റ് ആക്കി തന്നിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.